ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ചുമ്മാ വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ ഒന്ന് ശംഖുമുഖം വരെ പോയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിള്ളേരൊക്കെ കൊണ്ട് ശംഖുമുഖം വരെ പോയതാണ്. അവിടെ പോയപ്പോൾ ഹോളിഡേ ഒന്നും അല്ലെങ്കിൽ കൂടി നല്ല തിരക്കുണ്ടായിരുന്നു. ഇത് റിലീസറാണ്, ഇത് ഡിസൈനറാണ്. ഇത് ഭയങ്കര ദൂരം പോകും. മരത്തിലാണ് കാണിച്ച മരത്തിൽ ആൾക്കാർ വെറുതെ വഴക്കും. നല്ല ദൂരെ പോകും. അല്ല, നല്ല ദൂരെ പോയി. ഞാൻ കാണിച്ചത് നല്ല ദൂരെ. തിരുക്കടാ മറ്റേതാക്ക്. ഇതാണ് ഡിസൈനർ ഞാൻ കാണിച്ചത്. ടൈറ്റ് ആവൂല. ഇപ്പൊ ഡിസൈൻ മാറ്റാണ്. അത് നല്ല ഇരുട്ടുള്ള സ്ഥലത്താണെങ്കിൽ അത് കറക്റ്റ് അറിയാം. പിന്നെ അവിടെ നല്ല സ്ട്രീറ്റിൽ നിന്ന് മോമോസൊക്കെ കഴിച്ചായിരുന്നു. മോമോസൊക്കെ കഴിച്ചിട്ട് തിരിച്ച് നമ്മൾ പിന്നെ നേരെ വെട്ടുകാടേക്കാണ് പോയത്. വെട്ടുകാട് പള്ളി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അടുത്താണല്ലോ. അങ്ങനെ ഇവിടെ വരുന്ന സമയത്തൊക്കെ മിക്കപ്പോഴും ഞങ്ങൾ അവിടെയും പോകാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവിടെ എല്ലാവരും പോകുന്നുണ്ടല്ലോ, ഹിന്ദു ക്രിസ്ത്യൻസ് എല്ലാം. അങ്ങനെ ഒന്നും നോക്കാതെ ഒരു നമ്മുടെ ട്രിവാൻഡ്രംകാരുടെ ഒരു വികാരം തന്നെയാണ് വെട്ടുകാട് പള്ളി എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ ഈ ശംഖുമുഖം വരുന്ന സമയത്തെല്ലാം, ശംഖുമുഖം ബീച്ചിൽ വരുന്ന സമയത്തെല്ലാം എവിടെയും പോകാറുണ്ട്. അങ്ങനെ ഇച്ചിരി ലേറ്റ് ആയെങ്കിൽ കൂടിയും ഹോളിഡേ ഒന്നും അല്ല എങ്കിലും ഞങ്ങളൊന്ന് പോകുമെന്ന് വിചാരിച്ചു. കുറച്ചൊക്കെ ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. രാത്രി ആയതുകൊണ്ട് അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചൊക്കെ ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട്, കാരണം സ്കൂളൊക്കെ തുറക്കാറായ ടൈമും കൂടെ ആയിരുന്നല്ലോ. അപ്പോൾ ഒന്ന് ഞങ്ങൾ ശംഖുമുഖത്ത് പോയപ്പോൾ ലേറ്റായി. അല്ലെങ്കിൽ ശംഖുമുഖത്ത് തന്നെ അവിടെ ഒരു അമ്പലമുണ്ട്, ദേവീക്ഷേത്രമുണ്ട്. അവിടെയും കൂടെ പോയി തൊഴുതിട്ടൊക്കെ നമ്മൾ വരാറുള്ളൂ. സ്ഥിരം അങ്ങനെയാണ് പോകാറുള്ളത്. അമ്പലത്തിൽ പോയതിന് ശേഷമാണ് പിന്നെ ബീച്ചിലൊക്കെ പോകുന്നത്. പക്ഷേ ഞങ്ങൾ പോയപ്പോൾ ഒത്തിരി ലേറ്റ് 8 മണി കഴിഞ്ഞായിരുന്നു. അത് കാരണം അമ്പലത്തിൽ പോകാൻ പറ്റില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് മോമോസൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വെട്ടുകാട് വന്നു. പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ തിരിച്ചങ്ങനെ വീട്ടിൽ വന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ, ചെറിയൊരു വ്ളോഗാണ്. വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.